സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ വളരെ നല്ലതാണ്. ഈ സമരങ്ങളും പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് കുട്ടിച്ചോറായി പോകും. അത് പഞ്ചായത്തിലായാലും പാർലമെന്റിലായാലും നിയമസഭയിലായാലും എവിടെയായാലും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായി ഇന്ന് പ്രതികരിക്കുന്നത് കണ്ടു, നല്ലത്. പക്ഷെ നമ്മൾ പ്രതികരിക്കുമ്പോൾ, പ്രതിഷേധിക്കുമ്പോൾ, തടയുമ്പോൾ, കരിങ്കൊടി കാണിക്കുമ്പോൾ, അവഹേളിക്കുമ്പോൾ എന്തിനാണ് അത് ചെയ്യുന്നത് എന്നുകൂടി ഒന്ന് ആലോചിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പിരായിരി പഞ്ചായത്തിലെ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനത്തിന് വന്ന സമയത്ത് അവിടെ DYFI, BJP, CPM അനുഭാവികൾ അല്ലെ, അവരുടെ അണികൾ തടയുന്നത്, വണ്ടി തടയുക. CPM-നാണ് തടച്ചിൽ കൂടുതൽ. കാറിന്റെ മുകളിൽ ചാടിക്കയറുക, വണ്ടി തടയുക, എന്നിട്ട് ആക്ഷേപം വിളിക്കുക, കരിങ്കൊടി കാണിക്കുക, എന്തൊക്കെയോ കാണിക്കുകയാണ്. എനിക്ക് മനസ്സിലായില്ല എന്താണ് അവർ ചെയ്യുന്നത് എന്ന്. ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞത് ശരിയായ ഒരു പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നതിനാണ്. പക്ഷെ ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെതിരെ കാണിക്കുന്നത് അഹങ്കാരമാണ്, വിവരമില്ലായ്മയാണ് എന്നേ പറയാൻ പറ്റൂ. കാരണം എന്തിനു വേണ്ടിയാണ് ഇവർ ഈ കരിങ്കൊടി കാണിക്കുന്നത്? എന്തിനാണ് MLA ആക്ഷേപിക്കുന്നത്? എന്തിനാണ് വഴി തടയുന്നത്? ഇവിടെ ഭരിക്കുന്നത് CPM-ന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരല്ലേ? സഖാവ് പിണറായി വിജയനല്ലേ ഇവിടുത്തെ മുഖ്യമന്ത്രി? CPM-ന്റെ ഒരു പ്രവർത്തനം തന്നെയല്ലേ അദ്ദേഹം ഇവിടെ ക്രൈംബ്രാഞ്ചിന് നേരിട്ട് ഒരു കേസ് ഏൽപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പെണ്ണ് കേസ് അങ്ങോട്ട് എടുത്ത് വെച്ചു കൊടുത്തിട്ട് അത് അന്വേഷിച്ചിട്ട് ഇരകളെ കണ്ടെത്തണം, അയാളെ പിറ്റേന്ന് തന്നെ തൂക്കിക്കൊല്ലണം. അതിനുവേണ്ടിയുള്ള സകല കാര്യങ്ങൾക്ക് വേണ്ടി ലോക്കൽ പോലീസിനെ പോലും, അതായത് രക്ഷാപ്രവർത്തനം നടത്തുന്ന ലോക്കൽ പോലീസിനെ പോലും പിണറായിക്ക് വിശ്വാസമില്ല. അതിനപ്പുറത്തേക്ക് നേരെ ക്രൈംബ്രാഞ്ചിനെ തന്നെ കേസ് ഏൽപ്പിച്ച് അന്വേഷിച്ചിട്ട് ഏകദേശം 1 മാസത്തോളം അന്വേഷിച്ചിട്ട് എന്തായി? ആ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഒരു പരാതിക്ക് അടിസ്ഥാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരാളുടെ മൊഴിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വേണ്ട. ഈ കേസുകൾക്ക് എല്ലാത്തിനും പ്രതി രാഹുൽ മാങ്കൂട്ടത്തിലാണല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്ന് വിളിച്ചു വരുത്തിയിട്ട് ഒന്ന് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അത്തരത്തിലുള്ള യാതൊന്നും ഇല്ലാതിരിക്കുക പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇമാതിരിയുള്ള ഈ പ്രതിഷേധ പ്രകടനം നടത്തുന്നത്, ഈ കരിങ്കൊടി കാണിക്കുന്നത്? ആരെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്? ആരെ പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളെടുത്ത് പറയണത് ഇന്നാരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് പറയണം. അതിനുള്ള ആംബിയർ ഇല്ല. അപ്പോ ഒരു മനുഷ്യനെ വെറുതെ ഇങ്ങനെ പറഞ്ഞ് അവഹേളിക്കുക, ഇതിനെയാണ് വിവരക്കേട് എന്ന് പറയുന്നത്. അന്തംഗമ്മികളെന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. എന്തെങ്കിലും ഒരു അന്തം വേണ്ടേ? എന്നാൽ വിവരവും ബോധവും വെള്ളിയാഴ്ചമുള്ള നേതാക്കന്മാരുണ്ട്, അവരൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അതുമില്ല. ഇവിടെ BJP, CPM ഇവര് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്ന് വളരെ വലിയ പ്രതിഷേധം നടത്തിയത്. വാഹനം കടന്നു പോകാൻ സമ്മതിക്കുന്നില്ല, കാറിന്റെ മുന്നിൽ കയറി നിൽക്കുന്നു. പോലീസുകാരെ പിടിച്ചെടുത്തത് നമുക്കറിയാലോ എന്താണെന്നുള്ളത്. CPM-നെ മാത്രമേ സപ്പോർട്ട് ചെയ്യൂ. അതുകൊണ്ട് ഗവർണറുടെ മുന്നിലേക്ക് ചാടി വീണിട്ട്, SFI പിള്ളേർ ചാടി വീണിട്ട് പോലീസുകാർ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വണ്ടിയുടെ മുകളിൽ കയറി ഇറങ്ങിയിട്ട് പിടിച്ചെടുക്കാൻ ഒന്നുമില്ല. അവർക്ക് നോവാതെ ഒന്ന് പിടിച്ച് ഇങ്ങനെ ഒന്ന് മാറ്റുന്നുണ്ട്. രാഹുലിന് മനസ്സിലായി എന്താണെന്നുള്ളത്. രാഹുൽ ഇത് കണ്ടോണ്ടിരിക്കുകയാണല്ലോ. യൂത്ത് കോൺഗ്രസ് അതുപോലെ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കൊക്കെ അറിയാം എന്താണ് സംഭവിക്കുന്നുള്ളത്. വലിയ പിന്തുണയാണ് സ്ത്രീകള്, കുട്ടികള്, അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ, യുവാക്കള്, വൃദ്ധര് എല്ലാവരും ചേർന്നിട്ട് ഈ പിരായിരി പഞ്ചായത്തിലെ റോഡ് ഉദ്ഘാടനത്തിന്റെ ആ വേദിയിൽ, ആ പരിസരത്ത് നടത്തിയിട്ടുള്ളത്. വളരെ ആവേശമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വന്നപ്പോൾ കാണാൻ കഴിയുന്നത്. മറുഭാഗത്ത് രാഹുൽ മാങ്കൂട്ടം വന്നിരുന്ന MLA-യുടെ വാഹനം കടന്നു പോകാൻ വിസമ്മതിച്ചുകൊണ്ട് അവിടുത്തെ CPM-കാർ വട്ടം നിന്നപ്പോ അവരെ പിടിച്ചു മാറ്റാൻ പോലീസുകാർ പറഞ്ഞപ്പോ രാഹുൽ പറഞ്ഞൊരു വാചകമുണ്ട്, വേണ്ട ഞാൻ നടന്നു പോയിക്കോളാം. അതായത് ഇവരൊക്കെ പ്രതിഷേധിക്കുന്നത് തന്റെ വാഹനം കടത്തിവിടാനല്ലേ. അപ്പൊ അത്തരത്തിൽ തന്റെ വാഹനം കടത്തിവിടാതെ ഇട്ടേക്കുന്നെങ്കിൽ അവരുടെ നെഞ്ചത്തോടി ചവിട്ടി തന്നെ ഞാൻ പോകാമെന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. അവർക്കിടയിലൂടെ നെഞ്ചു വിരിച്ച് നടന്നു പോയി അവിടെ ആ റോഡ് ഉദ്ഘാടനം നടത്തി. അതിനുശേഷം മാധ്യമങ്ങളുടെ ഒരു സമരം നേരെ മുന്നിൽ. കാരണം അങ്ങനെയാണ്, ഒരു വർത്തമാനത്തിന് അവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല. മാധ്യമങ്ങൾ കോൽമാന്ത്രം കുത്തിക്കൊണ്ട് ബാക്കിയുള്ളവന്റെ അണ്ണാക്കിലേക്ക് കുത്തികയറ്റും. അവരെ പറഞ്ഞ് മാറ്റി നിർത്തി, ഞാനിവിടെ ഒരു പരിപാടി പങ്കെടുക്കല്ലേ, ഈ പരിപാടി കഴിയട്ടെ. അതായത് ഒരു സാമാന്യ മര്യാദ അവിടുത്തെ മാധ്യമക്കാർക്കും ഇല്ല എന്നുള്ളത്, മീഡിയക്കാർക്കും ഇല്ല എന്നുള്ളതാണ്. ഒരു പൊതുപരിപാടി അവിടെ നടക്കുകയാണ്. ഒരു റോഡ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 2 വാക്ക് സംസാരിക്കേണ്ട ചടങ്ങുണ്ട്. ആ ചടങ്ങിന്റെ ഇടയ്ക്കൊക്കെ കോലും കുത്തിക്കൊണ്ട് കയറ്റുന്ന കുറെ മീഡിയക്കാരും, വിവരമില്ലാത്ത കുറെ ചാനലുകാരും, എല്ലാത്തിനും ഒരുപോലെ തന്നെ എല്ലാ അന്തംഗമ്മികളായി പോയി എന്നുള്ളതാണ് നമ്മൾ കണ്ട വിഷ്വൽസ് ആണ് ഇതൊക്കെ. എന്തിനാണ് ഇമാരുടെ പരിപാടിക്ക് നിൽക്കുന്നത്? ആ പരിപാടി കഴിഞ്ഞ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനോട് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിച്ച് മാന്യമായി അഭിപ്രായം എടുത്ത് പോയാൽ പോരെ. ഇവിടെ ഈ സംഘർഷം ഉണ്ടാക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുമ്പോൾ അതിന്റെ ഇടയിൽ തന്നെ അണ്ണാക്കിലേക്ക് ഈ മയക്കും കുത്തിത്തിരിവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വീണുപോയി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഒരു കലാപം ഉണ്ടാക്കി അതിന്റെ 4 വിഷ്വൽസ് എടുത്തുകൊണ്ട് അവർക്ക് ആളാകാൻ വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചുറ്റും പ്രതിഷേധം നടത്തുന്നവർക്കോ മര്യാദയും വിവേകവും വിവരവും ഇല്ല. എന്നാൽ
വിവേകപൂർവ്വം പെരുമാറേണ്ട മാധ്യമക്കാരും കൂടെ എങ്ങനെ ആയാലോ? അല്ല, എനിക്ക് മനസ്സിലാകാത്തത് എന്തിനാണ് അവിടുത്തെ BJP-ക്കാരും CPM-കാരും അവരുടെ DYFI-ക്കാരൊക്കെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമരം നടത്തുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇയാളെ ബ്ലോക്ക് ചെയ്യുന്നതെന്നാ? എന്തെങ്കിലും ഒരു പരാതി അവർക്ക് പറയാൻ പറ്റുമോ? എന്താണ് എന്റെ നേരെയുള്ള പരാതി എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചാൽ ഇന്നതാണ് എന്റെ പരാതി എന്ന് പറയാൻ പറ്റുമോ? കാരണം ആഭ്യന്തര വകുപ്പ് അവരുടെ കയ്യിലാണ്, പോലീസ് അവരുടെ കയ്യിലാണ്, കേസ് എടുത്തിട്ടുണ്ട്, അന്വേഷിച്ചിട്ടുണ്ട്, ഒരു തേങ്ങാ പിണ്ണാക്കൊട്ട് കിട്ടിയതുമില്ല. എന്നിട്ട് നാണവും മാനവും ഉളുപ്പില്ലാതെ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തെ തടയണമെന്നുണ്ടെങ്കിൽ ചില്ലറ തൊലിക്കെട്ടി പോരാ. ഇത്തരത്തിലുള്ള ആൾക്കാരെ തീറ്റിപ്പോറ്റുന്നതിന് അല്ലെങ്കിൽ അവരെ സംരക്ഷിച്ച് നിർത്തുന്ന സംവിധാനമുണ്ടല്ലോ, അവർക്ക് അതിനേക്കാളും വലിയ കാണ്ടാമൃഗത്തെക്കാൾ തൊലിക്കെട്ടി ഉണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. രാഹുൽ മാങ്കൂട്ടം ഈ കാര്യത്തിൽ ധൈര്യപൂർവ്വം ഇറങ്ങി എന്നുള്ളത് സമ്മതിക്കാതിരിക്കാൻ വയ്യ. കാരണം രാഹുൽ മാങ്കൂട്ടം ഈ ഉദ്ഘാടന പരിപാടിയിലേക്ക്, പൊതുപരിപാടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലം തൊടിക്കില്ല, കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാരുടെ തടയാൻ നിന്നവരുടെ, തടഞ്ഞിട്ടവരുടെ നെഞ്ചത്തുകൂടി നടന്നു കണ്ട് പോയിട്ട് അവിടെ സംസാരിക്കുമ്പോൾ, പലരുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അമ്മമാരെയും കുട്ടികളെയും ഈ പറഞ്ഞ വൃദ്ധരെയും യുവാക്കളെയും എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെ എടുത്തുകൊണ്ടു പോകുന്നതാണ് കാണുന്നത്. ആവേശം മൂത്തിട്ട് ചുമലിലേറ്റി പോകുന്ന പ്രവർത്തകർ. ആ നിലയിൽ അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ കുരുപൊട്ടും. കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പലിനെ മർദ്ദിക്കാൻ നോക്കിയതിനു ശേഷം ഉണ്ടായ ഷാഫിക്ക് കൂടിയിട്ടുള്ള ജനപിന്തുണയും ഇവിടുത്തെ ചില നിയമക്കുരുക്കുകളും ഈ പൊട്ടക്കുണാപ്പന്മാർക്ക് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ മനസ്സിലായിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനിയും ചൊറിഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഷാഫിക്കൊപ്പം വളർന്ന് CPM-ന് ഏറ്റവും വലിയ തലവേദനായി തീരുമെന്ന കാര്യത്തിൽ സംശയം ഇപ്പൊ തന്നെ ആയി തീർന്നു. കാര്യം UDF-ന്റെ ഒരു ഐക്യത അവിടെ ഉണ്ടായി. രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള യുവാക്കൾക്ക് ഒരു ബഹുജന പിന്തുണയുണ്ടായി. ഇതൊക്കെ ഇവരുടെ ഈ പരാക്രമങ്ങൾ കൊണ്ടുണ്ടായതാണ്. അല്ല, വല്ല ബോധവും വെക്കണവും വേണ്ടേ? അല്ല, ഞാൻ ആലോചിക്കുന്നത് ഇവിടെ വികസന പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നില്ല. കിട്ടിയ MLA ഫണ്ട് മുക്കി പെരയിലേക്ക് കൊണ്ടുപോകാതെ അയാൾ ഒരു റോഡിലേക്ക് ഇറക്കി. റോഡ് അയാൾ മര്യാദയ്ക്ക് പണി തീർത്തു. ആ റോഡ് അയാളല്ലാതെ പിന്നെ ആരും കാണാൻ നിർത്തണമെന്നാ? കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു വീഡിയോ കണ്ടു. ആ വീഡിയോയില് ഉമ്മൻചാണ്ടി നടത്തിയിട്ടുള്ള ഒരു ഉദ്ഘാടനം, വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി നടത്തിയിട്ടുള്ള ഉദ്ഘാടനത്തിന്റെ ഒരു ശിലാഫലകം, ആ ഫലകത്തിൽ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം നടത്തിയത് വളരെ വ്യക്തമാക്കി എഴുതിയിട്ടുണ്ട്. ആ ശിലാഫലകം അവിടെ നിന്ന് ഇളക്കി മാറ്റി വേറെ എവിടെയൊക്കെ ഒന്ന് പാത്തു വെച്ചതിന് ശേഷം അവിടെ മുഹമ്മദ് റിയാസിന്റെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ശിലാഫലകം ഒട്ടിച്ചു വെക്കുന്നതായിട്ട് കണ്ടിട്ട്, ഇത് രണ്ടും ഒരാൾ വീഡിയോയില്. ഇതൊക്കെയാണ് പരിപാടി. ആരാൻ ചെയ്ത പരിപാടിയെ എടുത്ത് അണ്ണാക്കിലേക്ക് എടുത്തു വെക്കുന്ന പരിപാടി ഇവർക്കൊക്കെ അറിയുള്ളൂ, അതേ അറിയുള്ളൂ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അയാൾക്ക് കിട്ടിയ ഫണ്ട് ഉപയോഗിച്ച് കൃത്യമായി അത് കൊള്ളയടിച്ചുകൊണ്ട് പെരയിലേക്ക് പോകാതെ ഒരു റോഡ് MLA ഫണ്ട് ഉപയോഗിച്ച് ഒരു റോഡ് ഉണ്ടാക്കിയപ്പോ ആ റോഡ് ഉദ്ഘാടനം നടത്താൻ വന്നപ്പോ അതിനെ വഴി തടഞ്ഞുകൊണ്ട് തടസ്സപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ different angles. Don't forget to subscribe and support this channel.